വേനൽക്കടുത്ത് ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ മുണ്ടക്കയം മേഖലയിൽ മണിമലയാറ്റിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം വ്യാപകമാകുന്നു. ആറ്റിലെ ഒഴുക്ക് നിലച്ച് വലിയ വെള്ളക്കെട്ടുകളിൽ മാത്രം വെള്ളം അവശേഷിക്കുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യവിരുദ്ധർ ഉഗ്ര സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തോട്ട പൊട്ടിക്കുന്നത്. ഇത് സമീപ മേഖലയിലെ കുടിവെള്ളം മുട്ടിക്കുന്നതിനോടൊപ്പം കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുകയാണ്. പാറമടകളിൽ പാറ പൊട്ടിക്കുവാൻ ഉപയോഗിക്കുന്ന ഉഗ്രശേഷിയുള്ള കേപ്പ്, പശ, തിരി എന്നിവ ഉപയോഗിച്ചാണ് ആറ്റിൽ സ്ഫോടനം നടത്തുന്നത്. വെള്ളത്തിനടിയിൽ വെച്ചുണ്ടാകുന്ന ഈ സ്ഫോടനത്തിൽ പുഴയുടെ ആവാസ വ്യവസ്ഥയെ പാടെ തകർക്കും. വലിയ മത്സ്യങ്ങളെ മാത്രം ശേഖരിക്കുകയും ചത്തുപൊങ്ങുന്ന ചെറിയ മത്സ്യങ്ങളെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ രീതി. ഉപേക്ഷിക്കപ്പെടുന്ന ചെറുമീനുകൾ വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് അഴുകുന്നത് വഴി മാരകമായ ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നു. വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റി തുടങ്ങിയ പ്രദേശവാസികൾ കുളിക്കുന്നതിനും തുണി നനയ്ക്കുന്നതിനുമായി ആറ്റിലെ വെള്ളക്കെട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ തോട്ട പൊട്ടിക്കുന്നതിലൂടെ ജലം മലിനമാകുകയും ഉപയോഗശൂന്യമാകുകയും ചെയ്യുകയാണ്. പുഴയിൽ ഒഴുക്കില്ലാത്തതിനാൽ ഈ മാലിന്യങ്ങൾ അടിയുകയും വേനലാകുമ്പോൾ നിർമ്മിക്കുന്ന ഓലികളിൽ പൂർണ്ണമായും വിഷാംശം കലരുകയും ചെയ്യുന്നുണ്ട്. സ്ഫോടനത്തിൻ്റെ പ്രകടശേഷിയിൽ മത്സ്യങ്ങളുടെ മുട്ടക്കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും പൂർണ്ണമായും നശിക്കും. ഇതുമൂലം ആറ്റിലെ സമ്പദ് വ്യവസ്ഥ വൻതോതിൽ കുറഞ്ഞു. പണ്ട് സുലഭമായി മീൻ ലഭിച്ചിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് പോലും നിരാശയാണ് ഫലം. പരമ്പരാഗത മീൻപിടുത്തം ഉപജീവനമാക്കിയവരെയും വിനോദത്തിനായി ചൂണ്ടയിടുന്നവരെയും ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആറ്റിലെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാറമടകളിൽ മാത്രം ഉപയോഗിക്കേണ്ട സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഇത്തരക്കാരുടെ കൈകളിൽ എത്തുന്നു എന്നതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്നും ആവശ്യം ശക്തമാകുന്നുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.